ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് മെയിൻ മെറ്റീരിയലായിട്ട്. അതുപോലെ തന്നെ അതിന് ലൈനിങ് ആയിട്ട് 2 മീറ്ററിൻ്റെ ഒരു ക്രേപ്പ് മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ നല്ല മെറ്റീരിയൽ, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നത് രണ്ടായിട്ട്. അതിനെ നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ട് കൊടുത്ത് നമുക്ക് അളവുകൾ രേഖപ്പെടുത്താം. ഫസ്റ്റ് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 7 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് കൈക്കുഴിയുടെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 2 പോയിന്റും കൂടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നമ്മളങ്ങനെ ആ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആം ഹോളിന്റെ പോയിന്റിന്റെ അവിടേക്ക് നമ്മുടെ ചെസ്റ്റിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു 9 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് പ്ലസ് നമ്മളൊരു 4 ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ 9 ഇഞ്ച്. കൂട്ടത്തിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തു. ഇനി നമുക്കൊരു ഹിപ്പിന്റെ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു 21 ഇഞ്ച് ഇതുപോലെ നീളത്തിൽ നമ്മൾ സ്ലിറ്റ് സാധനം മാർക്ക് ചെയ്യുന്ന പോലെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മുടെ ഹിപ്പും നമ്മൾ ചെസ്റ്റിന്റെ അളവെടുത്ത പോലെ തന്നെ ഹിപ്പിന്റെ അളവും മാർക്ക് ചെയ്യുക. അതായത് 10 ഇഞ്ചാണ് ഞാനിവിടെ ഹിപ്പിന് മാർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിലൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 പോയിന്റും ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. നമ്മുടെ ചെസ്റ്റും ഹിപ്പും കൂടെ ഒന്ന് കൂട്ടി വരച്ചു കൊടുത്തു. ഇനി നമുക്കൊരു ആം ഹോൾ കർവ് വരയ്ക്കാനുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ ആ ഒരു കോർണറിൽ നിന്നും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മുകളിലത്തെ പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മുടെ ഇറക്കം, ഈ ടോപ്പിന് നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ ഉടുപ്പിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഈ 49 ഇഞ്ച് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് അത്രയും ലെങ്ത് വേണം. ഇനി നമുക്ക് ഈ ഒരു ഹിപ്പിന്റെ പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് നമുക്കിത് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഈ ഒരു അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മേളിൽ നിന്നും താഴത്തേക്ക് വരെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2 പീസും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിത് 2 പാർട്സ് ആക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നെക്ക് ലൈൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട്, ഉടുപ്പ് ഇങ്ങനെ ഒത്തിരി തൂങ്ങി താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കിടക്കാതിരിക്കാനായിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കണം. 2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ നല്ല തുണി ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വരച്ചെടുത്തോടെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു നെക്ക് പീസ് വെച്ച് കൊടുക്കണം. നമ്മൾ ഇതൊരു വക്രത്തിൽ നെക്ക് പീസ് വരച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഈ സൈഡിൽ കൂടെ നമുക്ക് ഇനി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു നെക്ക് ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്കിത് ലൈനിങ് പീസുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പിൻ സൈഡിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് സേഫായിട്ടിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഒന്ന് തിരിച്ചിടണം. ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടു. ഇനി നമുക്ക് ആ ഒരു നമ്മുടെ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗത്തോടെ നമുക്ക് ഇതുപോലെ ചോക്ക് വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡിലും കിട്ടും. ഇതുപോലെ നമുക്ക് അടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം, അകത്തെ ഈ ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്ത് മറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മറിച്ചെടുക്കുമ്പം നമ്മുടെ ലൈനിങ് പീസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു നല്ല തുണിയുടെ തൊട്ട് താഴെ വരുന്നത്. അതിലും ശേഷമേ നമ്മുടെ ഈ ഒരു നെക്ക് പീസിന്റെ തുണി വരത്തുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് ലൈനിങ് പീസ് ഇത് നല്ല ഫാബ്രിക്കും കൂടെ കൂട്ടി അടിച്ചിട്ട് വേണമെങ്കിലും നെക്ക് അടിക്കാം. ഇതാകുമ്പം നമുക്ക് സിമ്പിളായിട്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ആ ഒരു പീസ് ഒന്ന് അടിച്ചു കൊടുക്കണം. അതായത് പതിച്ചടിച്ചു കൊടുക്കാം സൈഡിൽ കൂടെ. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്ക് പീസും ഒന്ന് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് പീസും നമ്മുടെ എല്ലാ പീസുകളും കൂട്ടി വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം.
അതിനായിട്ട് നമ്മുടെ ഈ ലൈനിങ് പീസ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് ഒന്ന് മേളിൽ വെച്ച് കൊടുക്കാം. മേളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ നെക്ക് പീസിൻ്റെ നമ്മൾ വെച്ച തുണിയുടെ അടിയിലേക്ക് ഇതുപോലെ വേണം ഒന്ന് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെക്കുമ്പോൾ ഇതുണ്ടോ നല്ല വശം രണ്ടും ഒരുപോലെ കൂട്ടിമുട്ടി വേണം ഇരിക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ് വെച്ച് നമുക്ക് കവർ ചെയ്യണം. അതായത് നമ്മൾ മാറ്റി വെച്ച് ലൈനിങ് ഒന്ന് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക, ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പിൻ വെച്ച് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ആ നെക്ക് പീസ് ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലെ മറിച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു കൂട്ടി അടിക്കുന്നത് നല്ല വൃത്തിക്ക് ആ ഒരു ഷോൾഡർ വരും. കണ്ടില്ലേ, ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ആ ഒരു ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി അതൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം, പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളിതിൻ്റെ ബാലൻസ് ഉള്ള തുണി 2 പീസ് ഇതുപോലെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ സ്ലീവ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്കൊരു 9 ഇഞ്ച്, അതായത് നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് ഒരു 2 ഇഞ്ച് 9 ഇഞ്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചെറിയ ഹാഫ് സ്ലീവിൻ്റെ അത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ സ്ലീവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം വരച്ച ആ പോയിന്റിൽ നിന്നും നമുക്ക് ആ ഒരു 3 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ കർവായിട്ടൊന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ്സ് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. നമുക്കിനി ഒരു ചെറിയ പഫ് സ്ലീവ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന സ്ലീവിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്കൊന്ന് ചിരിച്ച് വരച്ചു കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന കർവ് വരച്ച പോലെ തന്നെ. എന്നിട്ട് നമ്മുടെ ആ ഒരു കർവിൻ്റെ ഏകദേശം മിഡ് പോയിന്റിലേക്ക് നമുക്കൊന്ന് കൂട്ടി മുട്ടിച്ച് കൊടുത്ത് ഇതുപോലെ അടിയിൽ വശത്തെ കർവ് നമുക്ക് ആ ഒരു സെയിം കർവും മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ താഴത്തേക്ക് ഒരു ചെരിച്ചൊരു സ്ട്രെയിറ്റ് ലൈനും നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈനും വരച്ചു കൊടുത്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് മാത്രം നമ്മൾ ചുരുക്കിയിട്ട് കൊടുത്തെടുക്കാം. ഇതിനടി വെച്ച് കൊടുക്കാനായിട്ട് 2 പടി വേണമല്ലോ. അതിനായിട്ട് നമ്മളിവിടെ ഇതുപോലെ 2 നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മിഡ് പോയിന്റ്, നമ്മുടെ അടിവശത്ത് മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് ഇതുപോലെ ചെറിയൊരു മാർക്ക് കൊടുത്തിട്ട് 1 ഇഞ്ച് മടക്കാം. 2 സൈഡിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പടി, നമ്മുടെ ഈ ഒരു പടിയുടെ പീസുമായിട്ട് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കൈയിലും ഇതുപോലെ പടി വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ സ്ലീവ്സ് നമ്മുടെ ഷോൾഡറുമായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കൈയുടെ അവിടുന്ന് അറ്റത്തിൽ നിന്നും കൈക്കുഴി വരെയും കൈക്കുഴി തൊട്ട് അങ്ങ് താഴെ വരെയും പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ ഷേപ്പ് ചെയ്തടിക്കാം. ശേഷം നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ അടിവശവും ലൈനിങ്ങിൻ്റെ അടിവശവും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.